നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മൾ നല്ല ഭൂമിയെക്കുറിച്ചും മോശം ഭൂമിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ടല്ലേ. നമുക്കിന്ന് മോശം ഭൂമിയെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. എന്താണ് മോശം ഭൂമി? മനുഷ്യാലയ ചന്ദ്രിക എന്ന കേരളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നോക്കാം നമുക്കത്. ഈ പുസ്തകത്തിലെ മോശം ഭൂമിയെക്കുറിച്ച് പറയുന്നത് വൃത്താകാരമായ ഭൂമി, അങ്ങനത്തെ ഭൂമി പൊതുവെ ഉണ്ടാവാറില്ല. അർദ്ധചന്ദ്രാകൃതിയുള്ളത്, 3, 5, 6 കോണുകളോട് കൂടിയത്, അത് ത്രികോണം, 6 ഭുജങ്ങളോട് കൂടിയത്, അതുപോലെ 5 ഭുജത്തോട് കൂടിയത്, ശൂലത്തിൻ്റെയോ കൊമ്പുമുറത്തിൻ്റെയോ ആകൃതിയുള്ളത്. മനസ്സിലായല്ലോ? മത്സ്യം, ആന, ആമ, അതായത് ഉരുണ്ട ഭൂമി, അതിൻ്റെ പൃഷ്ഠം പോലിരിക്കുന്ന ഭൂമി, അതായത് ഒരു മലയുടെ ആ ഉരുണ്ട പ്രദേശം. പശുമുഖം പോലെ ഒരു ഭാഗം വീതി കൂടിയതും മറുഭാഗം വീതി കുറഞ്ഞുമായിരിക്കുന്നത്. കിളച്ചാൽ ഭസ്മം, കരിക്കട്ട, ഉമി, അസ്ഥി, തലനാര്, കൃമികൾ എന്നിവ കാണുന്നത്. എന്താ അറിയോ? അത് ഈ ശ്മശാന ഭൂമിയാണെങ്കിലാണ് അസ്ഥി ഉണ്ടാവുക, കരിക്കട്ട ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവുക. ശ്മശാന ഭൂമി ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. മധ്യപ്രദേശം താണിരിക്കുന്ന ഭൂമി, കുഴിഞ്ഞ ഭൂമി, അവിടെ ആൾ സ്ഥിരമായി നിൽക്കില്ലെന്നാണ് പറയാം. അന്തർഭാഗത്ത് പോട് അഥവാ ഗുഹയുള്ളത്, നമുക്ക് ചവിട്ടിയാൽ അറിയാം. പൊതുവെ പണ്ടുകാലത്ത് അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചിരുന്നത്. അത് ഉള്ളു പൊള്ളയായ ഭൂമി വീട് വെക്കാൻ കൊള്ളുകയില്ല. മണ്ണിന് ദുർഗന്ധമുള്ളത്, പല കാരണം ഉണ്ടാവും, ഒരുപക്ഷെ മണ്ണിന് ദുർഗന്ധം ഉണ്ടാവാൻ. അപ്പോൾ അത്തരം ഭൂമി കൊള്ളില്ല. കോണിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു സ്ഥലം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ 10 സെൻറ്റും 5 സെൻറ്റും ഒക്കെ സ്ഥലമുള്ളത്, അത് പോയിട്ട് നമ്മൾ മുൻകൂട്ടി ധാരണയില്ലാതെ പോയി സ്ഥലം വാങ്ങും. വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ ദർശനം കൊടുക്കാൻ പറ്റും തെക്ക് വടക്കോ തെക്ക് കിഴക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കോ ഒക്കെ തിരിഞ്ഞായിരിക്കും ഇരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് വാസ്തുവിദ്യ പ്രകാരം വീട് വെക്കാൻ പറ്റില്ല. അപ്പം വാസ്തുവിദ്യ പ്രകാരം വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ സ്ഥലം വാങ്ങുമ്പം ഏറ്റവും കുറഞ്ഞത് ആ ഭൂമി ദിക്കിന് അനുസരിച്ചാണോ നമുക്ക് വീട് വെക്കാൻ പറ്റുന്നതാണോ എന്ന് ആലോചിച്ച് വേണം വാങ്ങാൻ. പലപ്പോഴും ധാരാളം ഭൂമി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം ഭൂമികളൊക്കെ വർജിക്കണമെന്നാണ് നമ്മുടെ മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങുന്ന ഭൂമി, വാസ്തുവിദ്യപ്രകാരം വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം ഒരുപാട് ഫണ്ട് മുടക്കിയ ശേഷം പിന്നെ അവിടെ താമസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. നമുക്ക് പുതിയ ചെറിയ അറിവുകളുമായി വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.